ഒരു 3 ദിവസം ആടുജീവിതത്തേക്കാൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഫുഡില്ലാതെ, വെള്ളമില്ലാതെ. ഈ ഡീസൽ എടുത്ത് കുടിക്കാൻ പറ്റുമെന്നുള്ളത് വരെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ വരെ എനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. MDMA പോലത്തെ സംഭവങ്ങൾ, കഞ്ചാവ് വരുന്നുണ്ട്. ഞാൻ ഇത്രയും ദൂരം കവർ ചെയ്തെത്തുന്നു എന്നറിയാവുന്ന ഡ്രഗ് ഡീലേഴ്സും അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ശരിക്കും ആ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത റിസ്ക് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ബോംബ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് പൊട്ടും. പല ഭാഗത്തും ഒട്ടകം ആക്സിഡൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ്. ഈ 6 വീലർ കൊണ്ട് വരാൻ നേരത്ത് എൻ്റെ ഒരു വീല് പഞ്ചറായി. ലൈഫിൽ നമുക്ക് ഒന്നും ആവണ്ടാത്ത മണ്ണുണ്ണികളായിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ജോലി എന്നുള്ളതിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹസിൻ എന്നാണ്. വീട് ആലുവയാണ്. ഞാനൊരു യൂസ്ഡ് കാർ ഡീലറാണ്. ഞങ്ങൾ ചെയ്യുന്നത് യൂസ്ഡ് കാർ പർച്ചേസ് ആൻഡ് സെയിൽ, വാലുവേഷൻ പോലത്തെ സർവീസുകളാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, കാർ മാസ്റ്റർ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ട്രാവലിസ്റ്റ എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഈ സ്വപ്നസഞ്ചാരി എന്നുള്ള ഈ സെഗ്മെൻറ്റിലേക്ക് എന്തുകൊണ്ട് ഒരു യൂസ്ഡ് കാർ ഡീലർ വന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ യാത്രകളെക്കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങളും എൻ്റെ യാത്രാ അനുഭവങ്ങളും, ഒരു സ്കൂൾ മാഷായിരുന്ന ഞാൻ എങ്ങനെ ഒരു യൂസ്ഡ് കാർ ഡീലറായി, അതിൻ്റെ പുറകിലുണ്ടായിരുന്ന എൻ്റെ യാത്രാ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കേൾക്കാം എൻ്റെ കഥ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻ്റെ കഥ എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലി തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ അച്ഛനും അമ്മ എല്ലാവരും ഒരു സ്കൂൾ ടീച്ചേഴ്സാണ് ബേസിക്കലി. അപ്പോൾ അവർക്ക് എന്നെ ഒരു സ്കൂൾ ടീച്ചർ ആക്കണം എന്നുള്ളത് തന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു ജോബാണ്. 9 to 5 ജോലി ചെയ്യാം, വേറെ ടെൻഷൻസ് കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത്. അപ്പോൾ ടെൻഷൻ ഇല്ലാത്തൊരു ഹാപ്പി ലൈഫ്, അതാണ് അവർ സ്വപ്നം കണ്ടിട്ടുള്ള ഞാൻ. 2 ചോയ്സായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. ഒന്നില്ലെങ്കിൽ +2 വഴിയാ TTC പാസ്സാവുക, LP സ്കൂളിലേക്ക് കയറുക. അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് പോവുക, ഡിഗ്രി കഴിഞ്ഞ് BEd പാസ്സാവുക, സ്കൂളിൽ കയറാം. അപ്പോൾ ഈ 2 ഓപ്ഷനേക്കാളും കൂടുതൽ എൻ്റെ സ്വപ്നം എന്നുള്ളത് കുറേ ട്രാവൽ ചെയ്യുക, വാഹനങ്ങൾ പല വാഹനങ്ങൾ മാറി മാറി ഉപയോഗിക്കുക. എനിക്ക് ശരിക്കും ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ അങ്ങനത്തെ കോഴ്സുകളെ കുറിച്ച് അന്ന് കാലത്തിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊന്നും അന്നത്തെ സാഹചര്യങ്ങളും പിന്നെ എൻ്റെ വീട്ടുകാരുടെ നിർബന്ധവും കാര്യങ്ങളൊക്കെ അതിന് പറ്റില്ല എന്ന് തന്നെ പറയാം. പക്ഷേ യാത്ര ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പഠനകാലഘട്ടം മുതൽ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഞാൻ എൻ്റെ യാത്രാനുഭവങ്ങൾ പറയുമ്പോൾ അതിനകത്ത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഏകദേശം +2ൻ്റെ എൻഡിങ് ആ ഒരു ടൈമിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു +2ൻ്റെ എൻഡിങ് ടൈമിൽ നമ്മൾ നോർമലി അന്ന് കാലത്ത് ഞാൻ 90s കിട്ടാന്നൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പ് 80-85 ആ റേഞ്ചിലുള്ള എൻ്റെ ചേട്ടന്മാരും എൻ്റെ നാട്ടിലുള്ള എന്നെക്കാളും മുതിർന്ന ആൾക്കാരൊക്കെ എറണാകുളം ജില്ല വിട്ടു പോകാത്ത കാലഘട്ടം, അല്ലെങ്കിൽ ആലുവ വിട്ടു പോകാത്തുള്ള കാലഘട്ടം. അന്ന് കാർണിവൽ കാണാനായിട്ട് കൊച്ചി പോകുക എന്നുള്ളതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ നെറ്റില്ല, ഇൻ്റർനെറ്റ് ഇല്ല. ഇപ്പോൾ ഇന്നത്തെ പോലെ ഒരു യൂട്യൂബർ ഒരു സ്ഥലം പോയി കാണുന്നു, ഈ സ്ഥലം സൂപ്പറാന്ന് പറയുന്നു, അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കാർ എടുക്കുന്നു, നമ്മൾ ആ സ്ഥലം പോകുന്നു, കാണുന്നു, യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, ഫോട്ടോ എടുക്കുന്നു, വരുന്നു. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു എൻ്റെ ഒരു കാലഘട്ടം എന്നുള്ളത്. കാരണം വളരെ കുറഞ്ഞ സിനിമകൾ. ഇപ്പോൾ എനിക്ക് സിനിമ കാണാനാണെങ്കിലും പരിമിതമായ സാഹചര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നില്ല. ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ എന്നുള്ളത് തിയേറ്ററിൽ പോയി കണ്ടത് തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ചോക്ലേറ്റ് എന്നുള്ള സിനിമയാണ് എൻ്റെ ആദ്യത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പം അത്രയും ചെറിയ സാഹചര്യങ്ങളിൽ നിന്ന് എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ജോണി വാക്കർ എന്നുള്ള മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ടാണ്. അതിനകത്തുള്ള ഓരോ ലൊക്കേഷനും, അതിനകത്തുള്ള ഓരോ ലാസ്റ്റ് മമ്മൂട്ടി ആക്സിഡൻ്റായി മരിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അത് ചുരം ഇറങ്ങി വരുന്ന ഡ്രൈവും കാര്യങ്ങളും, ബൈക്കിലുള്ള മമ്മൂട്ടിയുടെ യാത്രയും ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഞാൻ BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സമയത്ത് സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടൊരു പാഷൻ ബൈക്ക് വാങ്ങി. ആ ബൈക്കിലാണ് എൻ്റെ യാത്രകളുടെ സ്റ്റാർട്ടിങ് തന്നെ പറയാം. ആദ്യത്തെ എൻ്റെ യാത്ര എന്നുള്ളത് ആലുവ ടു മൂന്നാർ 90 കിലോമീറ്റർ. സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ കോളേജ് ടൈമിൽ രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയാലും ഞാൻ കോളേജ് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ 8:30ക്ക് കോളേജ് ബസ് വരും. അത് തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നത് 5:30. ആ ടൈമിൽ തിരിച്ച് വീടെത്തും വേണം. കാരണം അന്ന് എനിക്ക് സ്വന്തമായിട്ട് പൾസറിനൊക്കെ വരുന്ന കൂട്ടുകാരെ ഉണ്ട്. പക്ഷെ അവരുടെ സാഹചര്യമല്ല എൻ്റെ സാഹചര്യം. എൻ്റെ വീട്ടിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാമല്ലോ. ഞാൻ ആ സമയത്ത് ഒരു പാഷൻ വാങ്ങിയിട്ട് ആ പാഷനിൽ കറക്റ്റായിട്ട് കോളേജിൽ പോകും. 2 ആഴ്ച കറക്റ്റായിട്ട് പോകും. എന്നിട്ട് 2 ദിവസം ലീവ് എടുക്കും. എന്നിട്ട് രാവിലെ 8:30ക്ക് ഓടി പമ്പിൽ പോകും. കാരണം പമ്പിലാണ് എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതും ബൈക്കും ഷെയർ ആയിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും ഷെയർ ആയിരുന്നേ. അപ്പോൾ മാക്സിമം അവൻ ഉപയോഗിക്കും. എനിക്ക് ഉപയോഗിക്കാനുള്ള ദിവസം ഞാൻ അത്യാവശ്യം ഫണ്ടൊക്കെ സെറ്റാക്കി ഫ്യൂവലൊക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ മൂന്നാർ പോകും. ടൈം മാനേജ് ചെയ്യണമല്ലോ, കാരണം തിരിച്ച് വീടെത്തുന്ന ടൈം നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യപ്പാറ വരെ പോകും.
തിരിച്ചു വരും. ആദ്യം ഞാൻ പോയത് കോതമംഗലം വരെ പോയി തിരിച്ചു വന്നു. പിന്നെ ആ ഒരു തട്ടേക്കാട് ആ ഭാഗം കറങ്ങി. പിന്നെ അവിടുന്ന് ചീയപ്പാറ വരെ എത്തി. ചീയപ്പാറയിൽ നിന്ന് പിന്നെ മൂന്നാർ. അങ്ങനെ മൂന്നാർ മൊത്തം ഞാൻ പല തവണകളായിട്ട് കറങ്ങി ഞാൻ ഒരു സെൽഫ് കോൺഫിഡൻസ് എടുക്കണം ആദ്യം ചെയ്തത്. അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ കാലഘട്ടം കഴിഞ്ഞു. സെക്കൻഡ് ഇയറിലേക്ക് എത്തി. ഞാൻ കുറച്ചും കൂടി ബിസിനസ്സുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ബൈക്കൊക്കെ കൊടുത്തിട്ട് ഞാനൊരു 800 1984 മോഡൽ 800 ഉണ്ടല്ലോ, പഴയ ഡോൾഫിൻ ടൈപ്പ് വണ്ടി. ആ വണ്ടി എടുത്തിട്ട് ആ വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്. അന്ന് ഇന്ന് കാണുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് നുള്ള ഡിമാൻഡൊന്നും ആ വണ്ടിക്കില്ല. അന്ന് കാലത്തുള്ള ആൾക്കാർക്ക് ഒരു ഗതിയില്ലാത്തതും വാങ്ങിക്കുന്ന ഏറ്റവും പഴയ മോഡൽ 800 എന്നുള്ളൊരു ലേബലാണ് ആ വണ്ടിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ 2010-11 കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ റെഡ് കളറിൽ ഒരു 800 സ്വന്തമാക്കി. അങ്ങനെ ആദ്യമായിട്ട് ആ വണ്ടി കൊണ്ട് പോകുന്നത് നമ്മുടെ ഒരു KME എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവിടെ ഒരു ഓട്ടോ ഷോ നടന്നുണ്ടായിരുന്നു. ആ ഓട്ടോ ഷോയിലാണ് ഞാൻ ആ വണ്ടി കൊണ്ട് ഒരു മധുരക്കിനാവിൻ ലഹരിയിൽ ആ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ആ പഴയ കാറിൽ ഞാൻ പോകുന്നത്. അങ്ങനെ ആ കാറിലാണ് എൻ്റെ ഫസ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടില്ലെങ്കിലും പഠിക്കാൻ പോയിട്ടില്ലെങ്കിലും ഓട്ടോമൊബൈലിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് അറിയാവുന്ന ആളാണല്ലോ ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ആദ്യത്തെ ട്രിപ്പ് എങ്ങോട്ടായിരിക്കും അറിയോ? എങ്ങോട്ടല്ല, മൂന്നാർക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടിയിട്ട് കാറിൽ മൂന്നാർ പോകാൻ ഉള്ള പ്ലാനിട്ട് ഫ്യൂലൊക്കെ സെറ്റാക്കി അങ്ങനെ മൂന്നാർ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആ മൂന്നാർ എത്തുന്നതിന് മുമ്പ് ശരിക്കും ഫെയിലാവുക ചെയ്തത്. അങ്ങനെ ആ യാത്ര ഫെയിലായി. ആ വണ്ടി ഞങ്ങളൊരു ആപ്പ് ഓട്ടോറിക്ഷയിൽ കെട്ടി വിളിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ റിപ്പയർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കുറേ പൈസ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വരൂപിച്ച് ആ വണ്ടി റെഡിയാക്കിയെടുത്ത് ആ മൂന്നാർ ട്രിപ്പ് വിജയകരമായി പൂർത്തിയായി. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 20-ൽ കൂടുതൽ തവണ മൂന്നാർ പോയതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത കോൺഫിഡൻസിൽ ആദ്യമായിട്ട് ട്രാവലിസ്റ്റിൽ സാൻഡപ്പൻ ആഫ്രിക്ക കെയ്റോ ഒക്കെ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയോ? ഈ പഴയ 800 പണിതെടുത്തിട്ട് ആദ്യമായിട്ട് ഞാൻ ഊട്ടി പോയി. കാരണം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ട്രിപ്പായിരുന്നത്. ഊട്ടി പോയി കഴിഞ്ഞപ്പോൾ കോൺഫിഡൻസ് കൂടി. കാരണം വണ്ടി കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഇഷ്യൂസ് ഇല്ല, ഓവർ ഹീറ്റിംഗ് ഇല്ല, സ്റ്റാർട്ടിങ് പ്രോബ്ലം ഇല്ല, വണ്ടി ഓടുന്നുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അന്ന് കാലത്ത് നമുക്ക് അവിടെ നിന്ന് നേരെ മസനഗുഡിക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു, ഊട്ടിയിൽ നിന്ന് മസനഗുഡി. അങ്ങനെ ഊട്ടി മസനഗുഡി വഴി ഞാൻ എൻ്റെ ആഫ്രിക്ക ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഏതാണെന്നറിയോ? ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഞാൻ 800 ക്രോസ് ചെയ്തു. അതായത് 2012-13 കാലഘട്ടത്തിൽ ഞാനും എൻ്റെ ഒറ്റൊരു ഫ്രണ്ടും കൂടിയിട്ട് ഈ ഒരു ഓടുമോ ഇല്ലയോ എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ സംശയം തോന്നുന്ന ഈ വാഹനത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ആഫ്രിക്ക ക്രോസ് ചെയ്തു. എവിടെ? ബന്ദിപ്പൂർ ഫോറസ്റ്റ് ക്രോസ് ചെയ്ത് നെഞ്ചങ്കോട് വന്ന് കയറി. നെഞ്ചങ്കോട് വരെ ഹാപ്പി ട്രിപ്പായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഞങ്ങൾ യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ട് നെഞ്ചങ്കോട് തിരിച്ച് വന്ന റൂട്ട് തന്നെ തിരിച്ച് ഞങ്ങൾ വന്ന് പാലക്കാട് എത്തി. പാലക്കാട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ലൈഫിൽ ടേണിംഗ് മൊമെൻറ്റ്, നമുക്ക് ഇനിയും യാത്ര ചെയ്യാനുണ്ട്. ഇന്ത്യ വലുതാണ്, നമ്മുടെ ചുറ്റുമുള്ള വേൾഡ് വലുതാണ്, നമുക്കും യാത്ര ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് അവിടെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് കാലഘട്ടത്തിൽ നമുക്ക് കുറച്ച് ടൈം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാനും അടുത്തെന്താന്ന് പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിലാണ് എനിക്ക് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഒരു ക്ഷണം കിട്ടുന്നത്. ആ പുള്ളിയുടെ ലോറിയിൽ പുള്ളിക്ക് ഹെൽപ്പറായിട്ട് ജസ്റ്റ് ഒന്ന് വരാമോ എന്ന് വെച്ചിട്ട്. വീട്ടിൽ സമ്മതിക്കില്ലെങ്കിലും ഒരുപാട് റിക്വസ്റ്റിൻ്റെ ഒക്കെ ശേഷം വീട്ടിൽ സമ്മതിച്ചു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ യാത്ര ബാംഗ്ലൂർ വരെ എത്താനായിട്ട് പറ്റി. ഈ ഒരു ലോറിയിൽ പോകാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാംഗ്ലൂരിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ളൊരു ഒരു പിടിവള്ളിയായിരുന്നു ലോറിയിലുള്ള യാത്ര എന്നുള്ളത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് വീട്ടിലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് തന്നെ എനിക്ക് പറയാം. അവിസ്മരണീയമായ, മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പ്. ഞങ്ങൾ ആദ്യമായിട്ട് ഓറഞ്ച് എടുക്കാൻ വേണ്ടി നാഗ്പൂർ പോയതാണ്. അന്ന് ഈ ലോറി തന്നെയാണ് പോകുന്നത്. ലോറി തന്നെ കയറി ലോറിയിൽ ഓരോ സ്റ്റേറ്റിലും നിർത്തി ടെൻറ്റ് ക്യാമ്പിംഗ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ. നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് കുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകുന്ന എക്സ്പീരിയൻസ് ഇല്ലേ. ഇന്ന് കാണുന്ന പല യൂട്യൂബേഴ്സും പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ലോറി ക്ലിയർ ആയിട്ട് ഞാൻ ഈ ലോറിക്കാരോട് സഞ്ചരിച്ച് ടെൻറ്റ് ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്തു. സ്വന്തമായിട്ട് ഫുഡ്, ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനുള്ളത്. പിന്നെ ഏത് സ്റ്റേറ്റിൽ പോയാലും നമുക്ക് സംസാരിക്കാനുള്ള ലാംഗ്വേജ്, പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ്. ഈ ഒരു ഇത്രയും സംഭവങ്ങൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് വീട്ടിൽ അച്ഛൻ നോക്കിയപ്പോൾ ഞാൻ ലോറിയിൽ പണിക്ക് പോകുന്നു. ഒരേ ഒരു മോൻ അധ്യാപകനാവാൻ വേണ്ടിയിട്ട് വിരിയാൻ വെച്ച മുട്ട പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന മോൻ ലോറി ഡ്രൈവറായി പോയി.
ഒരു ദിവസം അച്ഛൻ നോക്കുമ്പോൾ ഞാൻ ലോറി ഓടിച്ചു വരിക. അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ എനിക്ക് ഫ്ലുവൻ്റ് ആയി. ഒരു ഈസി ആയിട്ട് എനിക്ക് ലോറി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾക്കാരെല്ലാവരും കുറ്റം പറയുന്നു, മോനെങ്ങനെ കൈവിട്ട് പോയല്ലോ, എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഏതോ ഒരു സുഹൃത്ത് എനിക്ക് അദ്ദേഹത്തോട് എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എൻ്റെ യാത്രകളെ കൊണ്ടുപോയത് അദ്ദേഹമാണെന്ന് തന്നെ പറയാം. പുള്ളി എൻ്റെ വീട്ടിലൊന്ന് പറഞ്ഞു, പക്ഷേ മോനിങ്ങനെ മോനിങ്ങനെ വഴി തെറ്റി പോവുകയാണല്ലോ, മോനിങ്ങനെ മാഷിൻ്റെ മോനിൽ ലോറി ഓടിച്ചിട്ടുണ്ടോന്ന് വരുന്നുണ്ട്, അപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം കണ്ടിട്ട് എൻ്റെ അച്ഛൻ എന്തെന്ന് പറയുമോ, ഫസ്റ്റ് കിട്ടിയ വിസയ്ക്ക് എന്നെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ജീവിതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിലേക്ക് കയറ്റിവിട്ടു. സൗദി അറേബ്യയിലേക്ക് കയറ്റിവിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കാലത്ത് സൗദിയിൽ പോയി കഴിഞ്ഞാൽ അച്ചടക്കം പഠിക്കുന്നു, തിരിച്ചു വരുന്നു, ഞാൻ നേരെ BEd ജോയിൻ ചെയ്യുന്നു, അടുത്തത് 2 വർഷം BEd കംപ്ലീറ്റ് ചെയ്യുന്നു, ജോലിക്ക് കയറുന്നു. അപ്പോൾ അതായത് അച്ഛൻ്റെ പ്ലാൻ. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനും എൻ്റെ സ്വപ്നവും വേറെ ആയിരുന്നല്ലോ. പക്ഷെ എൻ്റെ സ്വപ്നം സ്ട്രോങ് ആയതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. കൃത്യ ടൈമിൽ ദൈവം എനിക്ക് ആ ഒരു ചാൻസ് തന്നു. ഞാൻ സൗദി അറേബ്യ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ കഫീൽ, അതായത് എൻ്റെ സ്പോൺസർ ആണെങ്കിൽ നല്ല അടിപൊളി മനുഷ്യൻ, ആളെന്നോട് ചോദിച്ചു, ഇവിടെ ഓഫീസ് ജോലി ഉണ്ട്, അതായത് ഇൻഷുറൻസ് വരുന്ന, എനിക്ക് അത്യാവശ്യം അറബി അറിയാം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാം. ഇൻഷുറൻസിൽ വരുന്ന വണ്ടികൾ, ആക്സിഡൻ്റ് ആവുന്ന വണ്ടികളുടെയൊക്കെ സ്പെയറുകളുടെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിന് എത്ര റീഫർബിഷ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നുള്ളത് കണ്ടെത്തുക, പിന്നെ ഓഫീസിലുള്ള സഹായ വർക്കുകളൊക്കെ ചെയ്യുക, അവിടുത്തെ കാര്യം പഠിക്കുക. ഏകദേശം 3000 റിയാൽ സാലറി, ഏകദേശം ഒരു 50,000 രൂപയുടെ താഴെയുള്ളൊരു എമൗണ്ട്. അതല്ല, ഇവിടെ ഒരു റിക്കവറി വാൻ ഉണ്ട്, അതിന് ഡ്രൈവറെ നോക്കുന്നുണ്ട്. എൻ്റെ വിസ എന്നുള്ളത് ഏതിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു വിസയും കൂടിയായിരുന്നു. അപ്പോൾ ആ റിക്കവറി വാൻ എടുക്കുവാണെങ്കിൽ നിനക്ക് ഒരുപാട് ലോങ് യാത്ര ചെയ്യേണ്ടി വരും. അതായത് സൗദി അറേബ്യ എന്നുള്ള കൺട്രിയുടെ പല ഭാഗങ്ങളിലേക്കും, റിയാദിലാണ് ഞാൻ ഉണ്ടായിരുന്നത്, റിയാദിൽ നിന്ന് പല ഭാഗങ്ങളിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അതാകുമ്പോൾ നിനക്കൊരു 4000 to 6000 രൂപ വരെ സാലറി കിട്ടും. പിന്നെ റോഡ് സൈഡിൽ നിന്നൊക്കെ വണ്ടി റിക്കവറി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടുന്ന എമൗണ്ട് നിനക്ക് എക്സ്ട്രാ കുറച്ച് പൈസ കിട്ടും എന്ന് പറയും. അപ്പോൾ ശരിക്കും റിസ്ക് എടുക്കാൻ ശരിക്കും ആ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത റിസ്ക് തന്നെയായിരുന്നു കേട്ടോ. കാരണം വഴി അറിയില്ല, അറബി അറിയില്ല, ആദ്യമായിട്ട് സൗദിയിൽ ചെന്നിറങ്ങുന്ന ആളാണ് ഞാൻ, ലൈസൻസ് ഇല്ല, ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വേണം. അപ്പോൾ ആ റിസ്ക് എടുക്കാൻ തോന്നിച്ചത് എൻ്റെ സ്വപ്നം യാത്ര ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് മാത്രമായിരിക്കാം ഞാൻ ആ തീരുമാനം എടുത്തത്. ഞാൻ ആളോട് പറഞ്ഞു, എനിക്ക് ഓഫീസ് ജോലി വേണ്ട, ഞാൻ ഡ്രൈവർ ആയിക്കോളാം, എനിക്ക് റിക്കവർ വാൻ തന്നാൽ മതി, ഞാൻ ഡ്രൈവർ ആയിക്കോളാം എന്ന് പറയും. അങ്ങനെ ആ നല്ല മനുഷ്യൻ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പോലും ഇല്ലാണ്ട് സൗദി ലൈസൻസ്, ഹെവി ഡ്രൈവർ ലൈസൻസ് എനിക്ക് എടുത്തു തന്നു. ആൾ പേയ്മെൻ്റ് കൊടുത്ത് പൈസ കൊടുത്ത് ആൾ നല്ല ഹാൻഡുള്ള ആളായിരുന്നു. പുള്ളി എനിക്ക് ലൈസൻസ് എടുത്തു തന്നു, വണ്ടി തന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. പുള്ളി എനിക്ക് വണ്ടിയും താക്കോലും ലൈസൻസും മാത്രമല്ല, എനിക്ക് ചിറകും കൂടി തന്നു. ചിറകെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയോ, കൺട്രി ടു കൺട്രി, അതായത് മൂന്നാറിൽ നിന്ന് ആലുവ, മൈസൂർ, ബാംഗ്ലൂർ, നാഗ്പൂർ വരെ ട്രാവൽ ചെയ്ത് എനിക്ക് പുള്ളി ഒരു ചിറക് തന്നു. അതാണ് എൻ്റെ പാസ്പോർട്ടും മൾട്ടി എൻട്രിയും. അത് എനിക്ക് സൗദിയിൽ പോകുമായിരുന്നു, ദുബായ് പോകുമായിരുന്നു, ഖത്തറിലേക്ക് എൻട്രി ഉണ്ടായിരുന്നു, ബഹ്റൈനിലേക്ക് എൻട്രി ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈജിപ്തിലേക്കും പോവാം. എൻ്റെ വിസ മൾട്ടിയാണ്. കാരണം എൻ്റെ കഫീൽ എനിക്ക് എൻജിൻ ഒരു GMC വണ്ടി കംപ്ലൈൻ്റ് ആയി, അതിൻ്റെ എൻജിൻ റിയാദിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സൽവേ പോകണം, ഖത്തറിൽ സൽവാർ റോഡ് പോകണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു വണ്ടി പർച്ചേസ് ചെയ്തു, സൗദിയിൽ നിന്നൊരു വണ്ടി പർച്ചേസ് ചെയ്തു, ആ വണ്ടി ഡെലിവറി പോകുന്നത് ഇനി ബഹ്റൈനിലേക്കാണ്, ഹിദ്ദിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ദമാമ് പോകണം, ദമാമിൽ നിന്ന് ഹിദ്ദിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് കൺട്രി ടു കൺട്രി ട്രാവൽ ചെയ്യാനുള്ളൊരു സാഹചര്യം അവിടെ നിന്ന് കിട്ടി. പക്ഷേ എനിക്ക് കിട്ടിയ ഈ മൾട്ടിയും പാസ്പോർട്ടും എൻ്റെ ഈ വിസയും എൻ്റെ ഈ വണ്ടിയും വെച്ചിട്ട് ഞാൻ സൗദി അറേബ്യ മുഴുവൻ പറയുമ്പോൾ റിയാദിൽ നിന്ന് ഏകദേശം അന്ന് കാലഘട്ടത്തിൽ എൻ്റെ ഈ ലോക്കൽ നമ്മൾ ഇന്ത്യയിൽ സഞ്ചരിച്ചിട്ടുള്ള ഈ എക്സ്പീരിയൻസിൽ ഞാൻ ഏകദേശം 12-13 മണിക്കൂർ കൊണ്ട് റിയാദ് ടു ജിദ്ദ, അതുപോലെ തന്നെ റിയാദ് ടു മദീന, റിയാദിൽ നിന്ന് ഖത്തറിലേക്കുള്ള ഖത്തറിലെ സൽവ എന്നുള്ള സ്ഥലമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരാൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലം. ഈ അടുത്ത് ഒരു യൂട്യൂബ് ചാനലിൽ റീസെൻ്റ്ലി ഒരു യൂട്യൂബ് ചാനലിൽ ഒരാൾ സ്കൂട്ടറിൽ, ഒരു വൈറ്റ് കളർ സ്കൂട്ടറിൽ അൽബത്ത റോഡ് എന്നാണ് ഞാൻ പറയാം. കാരണം സൗദിയിൽ നിന്ന് അൽഖർജ് പോയി, അൽഖർജിൽ നിന്ന് ദുബായ് റോഡ്, ബത്ത റോഡ് എന്നൊക്കെ പറയും. ആ റോഡ് വഴി ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ലാത്ത റോഡ് കേട്ടോ, വിജനമായ റോഡാണ്, മണൽ മാത്രമേ ഉണ്ടാവുള്ളൂ. റോഡിൽ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡ് മൊത്തം മണലായിരിക്കും, അതിൻ്റെ മുകളിലേക്കോട്ടൊക്കെ കയറി ഇറങ്ങി യാത്ര ചെയ്യണം. ആ റോഡിനെ കുറിച്ചിട്ട് ഈ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ 10 വർഷം മുമ്പ് ഇത്രയും പോലും GPS അതുപോലെ തന്നെ നമുക്ക് വഴി അറിയാൻ പറ്റുന്ന ഗൂഗിൾ മാപ്പൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വഴികളൊക്കെ ഇപ്പോൾ പലരും
വേൾഡ് ടൂറൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് അച്ചീവ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തന്നിട്ടുള്ള എൻ്റെ സ്പോൺസർ എനിക്ക് തന്നിട്ടുള്ള ഫ്രീഡം എൻ്റെ ചിറകുകൾ വെച്ച് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. പിന്നെ ഓൾ ഓവർ ഞാൻ സൗദി അറേബ്യ ഫുൾ ട്രാവൽ ചെയ്തു. അതുപോലെ തന്നെ ഖത്തർ, ബഹ്റൈൻ പോലത്തെ കൺട്രി. ദുബായിലേക്ക് അധികം എൻട്രി കിട്ടിയിട്ടില്ല, ഒറ്റ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. ഈ എല്ലാ സ്ഥലങ്ങളിലേക്കും എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ്, എൻ്റെ യാത്രാ ജീവിതം, എൻ്റെ സ്വപ്ന സാക്ഷാത്കാരം, എൻ്റെ യാത്രാ ജീവിതം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ നല്ല നടപ്പ് ആണ് സൗദിയിൽ. ഇങ്ങനെ എൻ്റെ നല്ല നടപ്പുകൾ ഞാൻ അന്ന് നജ്റാനിലൊക്കെ ബോംബ് സ്ഫോടനങ്ങളും യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ 2-3 വർഷം സൗദിയിൽ നിന്നുകൊണ്ട് ഞാൻ യാത്ര ചെയ്തിട്ടുള്ള, നമ്മൾ ഒറ്റയടിക്ക് വന്നിരുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാൻസ് വന്നിരുന്നു. ഞാൻ ഇപ്പോൾ മെമ്മറി നമ്മൾ ആലോചിച്ച് പോകുന്നത് 10 വർഷം മുമ്പത്തെ സ്റ്റോറിയിലേക്ക് കേട്ടോ. 10 വർഷം മുമ്പത്തെ ഓരോ സ്ഥലങ്ങളുടെ പേര് ഞാൻ പറയുമ്പോൾ മിസ്സായി പോകുന്നുണ്ടെങ്കിലും എൻ്റെ സൗദിയിലെ അനുഭവങ്ങൾ എന്നുള്ളത് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കുന്നതിൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനും ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനും എല്ലാം സൗദിയിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റി. അതായത് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ റിയാദിൽ നിന്ന് കമീസ് മുഷിയത്ത്, മഹായിൽ എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അതായത് സൗദിയുടെ ഏറ്റവും എൻഡിലുള്ള സ്ഥലമാണ് നമ്മുടെ ഇവിടുത്തെ മൂന്നാർ. കാരണം ചൂടുള്ള അത്രയും പൊള്ളുന്ന മരുഭൂമിയാണെങ്കിലും ഏറ്റവും വലിയ മാതള നാരങ്ങ ഉണ്ടാകുന്നത്, അതായത് പോമഗ്രാനൈറ്റ് ഉണ്ടാകുന്നത് അബഹയിലാണ്. ഈ അബഹയിലേക്കുള്ള ഡ്രൈവ് എന്നുള്ളത് ശരിക്കും നമുക്ക് 2 വഴി പോകാൻ പറ്റും. മെയിൻ റോഡ് വഴി പോകാൻ പറ്റും, അതായത് സിതറ എന്നുള്ള സ്ഥലം. അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് ലൈല, അഫ്ലാജ് വഴി നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ബിഷ എന്നുള്ളൊരു ഉൾറോഡുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു പ്രാവശ്യം പോയ സ്ഥലത്തേക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പോകാറുണ്ട്. അതെൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ എനിക്ക് ഇത്രയും ലോങ് ഡ്രൈവൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എന്തിന് ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതേ വഴിക്ക് തിരിച്ചു വരാമെന്നുള്ളത് എനിക്ക് ബോറിംഗ് ആയി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ ലോഡുമായിട്ട്, അതായത് ഈ റിക്കവറി വാനാണെങ്കിൽ നമ്മൾ കംപ്ലൈൻ്റ് ആയ വണ്ടികളല്ല കേട്ടോ കൊണ്ടുപോകുന്നത്. വണ്ടി വാങ്ങിയിട്ട് പുതിയ വണ്ടി ഡെലിവറി ചെയ്യാനും വേണ്ടിയിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തേക്ക് ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഞാൻ എക്സ്ട്രാ വഴി കറങ്ങി വേറെ സ്ഥലങ്ങളും കൂടി കവർ ചെയ്തിട്ടാണ് തിരിച്ചു വരുള്ളൂ. കാരണം എൻ്റെ യാത്രയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലവും ഫ്യൂവലും എല്ലാം ഇതിനകത്ത് നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ എന്നുള്ള കൺട്രി ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്നുള്ളത്, സൗദി ടു അബഹ ഞാൻ ട്രാവൽ ചെയ്തു. അബഹയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ബിഷ വഴി ഞാൻ വന്നു. ബിഷ റോഡ് അധികം ആരും വരാൻ തയ്യാറാവില്ല. കാരണം അന്ന് കാലത്ത് 600 കിലോമീറ്റർ, 400 to 600 കിലോമീറ്റർ, കറക്റ്റായിട്ട് ഓർമ്മയില്ല, അത്രയും കിലോമീറ്ററിലേക്ക് പെട്രോൾ പമ്പോ വർക്ക്ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് സിംഗിൾ റോഡാണ്. ആ റോഡിൽ പല ഭാഗത്തും ഒട്ടകം ആക്സിഡൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഒട്ടകം ഇടിച്ചിടക്കുണ്ടാവും റോഡിൽ. അതല്ലാന്നുണ്ടെങ്കിൽ റോഡിൽ കാറ്റടിച്ചിട്ട് മണൽ ഫുള്ളും ഓവർലാപ്പ് ചെയ്തിടക്കുണ്ടാവും. റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, അത്തരം സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ ഞാൻ ഈ 6 വീലർ കൊണ്ട് വരാൻ നേരത്ത് എൻ്റെ ഒരു വീല് പഞ്ചറായി. സൈഡ് വീല് പഞ്ചറായപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടായിരിക്കാം മേ ബി എനിക്കത് അറിയാൻ പറ്റിയില്ല. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ റിയറിലുള്ള 2 വീൽസ് പഞ്ചറായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്പെയർ വീൽ, ആ 2 വീലും മാറ്റി സ്പെയർ വീൽ എടുത്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിലൊരു വീല് ഊരി വെച്ചിട്ട് ഞാനത് 4 വീലറായി. ശരിക്കും 6 വീലുള്ള വണ്ടിക്ക് 4 വീലിട്ട് ഓടിച്ചു. അങ്ങനെ കുറേ ദൂരം ഞാൻ കവർ ചെയ്തു. കാരണം എനിക്ക് പിന്നെയും ഒരു 200 കിലോമീറ്ററിന് മുകളിലുണ്ട് ഒരു പമ്പിലേക്കോ ഒരു വർക്ക്ഷോപ്പിലേക്കോ ട്രാവൽ ചെയ്യാനുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് പിന്നെയും ആ 4 വീലിൽ ഓടിച്ചതുകൊണ്ട് വണ്ടി ഡാമേജായി, ടയർ കംപ്ലൈൻ്റ് ആയി, വണ്ടി ഒതുക്കിയിട്ടുണ്ട്. അതായത് ഒരു 48 hours പ്ലസ് കുറച്ച് സമയവും, ഞാനും കുറച്ച് വെള്ളവും കുറച്ച് ഫുഡും മരുഭൂമിയും മാത്രം. ഒരു വണ്ടി പോലും കൈ കാണിച്ചാൽ നിർത്തില്ല. കാരണം ആ റോഡിലൂടെ പോകുന്നത് മിക്കതും അവശ്യ സർവീസുകളോ പാസഞ്ചർ വെഹിക്കിൾസോ ആയിരിക്കും. നമ്മുടെ ലാസ്റ്റ് നമ്മൾ പൃഥ്വിരാജിൻ്റെ ആടുജീവിതമൊക്കെ കണ്ട പോലെ തന്നെ ഒരു 3 ദിവസം ആടുജീവിതത്തേക്കാൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഫുഡില്ലാതെ, വെള്ളമില്ലാതെ, വണ്ടി ഓണാക്കി കുറേ നേരം കൂടി സ്റ്റാർട്ടിങ്ങിൽ ഡീസൽ വരെ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള ഡീസലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് AC ഇട്ടിട്ട് വണ്ടിയിൽ ഇരിക്കാനും പറ്റില്ല. ചൂടുള്ളതിനകത്ത് ഞാനൊരു പേപ്പറും വിരിച്ചിട്ട് വണ്ടിയുടെ അടിയിൽ കിടന്നുറങ്ങി ഒരു 48 hours പ്ലസ് ഞാൻ സർവൈവ് ചെയ്തു. അതിനകത്ത് ലാസ്റ്റ് ആയപ്പോഴേക്കും വെള്ളം വരെ തീർന്നു പോയിട്ട് ഇനി എന്ത് കുടിക്കും, ഈ ഡീസൽ എടുത്ത് കുടിക്കാൻ പറ്റുമെന്നുള്ളത് വരെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ വരെ എനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് അത് നമുക്ക് വലിയ സെഗ്മെൻറ്റുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോരോ അനുഭവങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ സൗദിയിലുള്ള എൻ്റെ യാത്രകൾ, എനിക്ക് തോന്നുന്നു സൗദിയിൽ ഞാൻ ട്രാവൽ ചെയ്യാത്ത ഒരു സ്ഥലം പോലും ഇല്ല. കാരണം അത്രയും ആ ഒരു 3 വർഷം കൊണ്ട് നോൺ സ്റ്റോപ്പായിട്ട്, അതായത് ഒരിക്കൽ പോലും
1 2 ദിവസം ഞാൻ യാത്ര ചെയ്യുന്നില്ല, ഞാൻ ഇന്ന് എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. എൻ്റെ മാക്സിമം ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് വണ്ടിക്കകത്ത് തന്നെയായിരുന്നു. ഉറക്കം വരെ ഞാൻ ഈ ഇതിനകത്ത്, എൻ്റെ വീടും റൂമും എൻ്റെ യാത്ര ചെയ്യുന്ന വാഹനവും എല്ലാം ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെ കിടന്ന് ഉറങ്ങിയ സമയത്ത്, അതായത് ഉറക്കം വന്നിട്ട് ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ ഈ മണൽക്കാറ്റ്, ഞാൻ AC ഇട്ടിട്ട് ഉറങ്ങും, പക്ഷേ അത്യാവശ്യം തണലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് കുറച്ച് ഇറക്കിയിട്ടിട്ടാണല്ലോ നമ്മൾ സൗദിയിൽ കിടന്നുറങ്ങാം. അങ്ങനെ ഒരു ദിവസം ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് മണൽക്കാറ്റ് വന്നു. മണൽക്കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫെയറി റോഡ് എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും. ആ റോഡിൽ, ആ സിനിമയിൽ നമ്മൾ ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് മണൽക്കാറ്റ് അടിക്കും. ഈ മണൽക്കാറ്റ് അടിക്കുമ്പോൾ നമ്മൾ മൊത്തം ടവലോ തുണിയോ വെച്ചിട്ട് നമ്മൾ മൊത്തം കണ്ണ് കൂളിംഗ് ഗ്ലാസ് വയ്ക്കും, മൊത്തം അടച്ചു കെട്ടും. എന്നിട്ട് ഗ്ലാസും കയറ്റിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വണ്ടി ഓടിക്കുക. കാരണം ഓപ്പോസിറ്റ് പോകുന്ന വണ്ടികൾ നമുക്ക് അറിയാൻ പറ്റില്ല, കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കും, മിക്കവാറും വണ്ടി നിർത്തും. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ക്രൈസാണ്. കാരണം മണൽക്കാറ്റ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വണ്ടി ഓടിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ എയർ ഫിൽറ്റർ ക്ലീനിങ് പോലത്തെ മെക്കാനിക്കൽ വർക്ക് മൊത്തം ഞാൻ പഠിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ പാലത്തിൻ്റെ അടിയിൽ വണ്ടിയിട്ട് കിടന്ന് ഉറങ്ങും, മണൽക്കാറ്റ് വന്നു. എൻ്റെ ക്ഷീണം കൊണ്ടാണെന്ന് വിചാരിക്കുന്നു, ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി. എണിച്ച് നോക്കുമ്പോണ്ടല്ലോ എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ ഫുള്ള് മണല. അതായത് ജസ്റ്റ് ഒരു പൊടി അടിച്ചാൽ അലർജി വന്നിട്ട് തുമ്മൽ, സിട്രിസിൻ പോലത്തെ ഒരു ടാബ്ലറ്റ് ഞാൻ കഴിക്കുമായിരുന്നു. ഈ ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് സൈനസൈറ്റിസ് വരുമായിരുന്നു, ജലദോഷം പെട്ടെന്ന് വരുമായിരുന്നു. സൗദി അറേബ്യയിൽ ജീവിച്ച് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു കഴിവ് നഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജലദോഷം പിന്നെ വന്നിട്ടില്ല. എനിക്ക് ജലദോഷം വരില്ല. ഇപ്പോഴും ഞാൻ എത്ര പൊടിയിൽ നിന്നാലും എനിക്ക് ജലദോഷം വരില്ല. കാരണം അങ്ങനെ ജലദോഷം എന്നുള്ള സംഭവം, അലർജി എന്നുള്ള സംഭവം, ഈ ഒരു ക്രിട്ടിക്കൽ ക്ലൈമറ്റും ഈ ഒരു പൊടിയും കാര്യങ്ങളും എൻ്റെ ജീവിതവും അവിടുത്തെ ലൈഫ് സ്റ്റൈലും എനിക്ക് അത് മാറ്റി തന്നുള്ളതാണ്. ശരിക്കും എനിക്ക് മൈഗ്രെയിൻ പോലത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് പോലും എനിക്ക് തന്നിട്ടില്ല, എൻ്റെ യാത്രകൾ എനിക്ക് മാറ്റി തന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഈ ജീവിതം, എൻ്റെ കയ്യിലുള്ള വാഹനങ്ങൾ, എൻ്റെ ഒരു ഏകദേശം ഒരു 10-70 കാറുകൾ സ്വന്തമായിട്ടുണ്ട്. എൻ്റെ ഈ ഒരു യൂസ്ഡ് കാർ ബിസിനസ്, ഇതെല്ലാം ഇപ്പോൾ നമ്മളൊരു സ്വപ്നത്തെ മുറുക്കെ പിടിച്ച് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ആ സ്വപ്നം നമ്മുടെ കൂടെ സഞ്ചരിക്കും. എന്തിന്? ആ സ്വപ്നം നമുക്ക് പലതും നേടിത്തരുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ഈ യാത്രകളോടുള്ള ഇഷ്ടം, യാത്രകളോടുള്ള പ്രണയം, എൻ്റെ ഈ സ്വപ്നം ആണ് എൻ്റെ ലൈഫിൽ. ഇപ്പോൾ ഇൻകം ആണെങ്കിലും എൻ്റെ പബ്ലിക്കിലുള്ള എൻ്റെ ഇമേജ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈ ഒരു സ്വപ്നം തന്നെ നേടുന്നതാണ്. അന്ന് ആ പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഉറക്കം കഴിഞ്ഞ്, അത് വളരെ തളർന്ന് ക്ഷീണിച്ച് ഉറങ്ങുന്ന ഞാൻ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോണ്ടല്ലോ എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ ഫുള്ള് മണല. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ പൊടി അടിച്ച ജലദോഷം വരുന്ന എൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ വരെ മണല. അന്ന് ഒരു 2-3 ദിവസം എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും തലയുടെ ഉള്ളിൽ നിന്നും മണൽത്തരികൾ. അപ്പം അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലും ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വണ്ടി തന്നെ താമസിച്ച് സൗദിയിൽ മൊത്തം ട്രാവൽ ചെയ്തു. അതുപോലെ തന്നെ സൗദി ക്രോസ് ചെയ്ത് ദുബായ്, ഖത്തർ, ബഹ്റൈൻ പോലത്തെ രാജ്യങ്ങളും സന്ദർശിക്കാൻ പറ്റി. അവിടെ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇതേപോലെ തന്നെ ഏതൊരു നല്ലൊരു മനുഷ്യൻ പിന്നെയും പ്രത്യക്ഷപ്പെട്ടു. അച്ഛനെ വിളിച്ചു, അച്ഛനോട് പറഞ്ഞു, മോൻ പിന്നെയും വഴിതെറ്റി പോവുകയാണ്, മോൻ നെജ്റാനിൽ പോയി. നെജ്റാനിൽ അന്ന് ഹൂതികളും സൗദി മിലിറ്ററി നമ്മൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. യുദ്ധം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സൗദി മിലിറ്ററി അവിടെ പോകുന്നു. ഞാൻ അവിടെ മിലിറ്ററിയുടെ വണ്ടി കൊണ്ട് അവരുടെ ടെൻറ്റിലൊക്കെ പോയിട്ട് 1-2 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്. യുദ്ധം എന്ന് പറയാനൊന്നുമില്ല, സൗദികൾ അവിടെ നിന്ന് നമ്മളിവിടെ നിന്ന് ഒരു റോക്കറ്റ് വിടുന്ന പോലെ ചെറിയ ചെറിയ സംഭവങ്ങൾ അപ്പുറത്തേക്ക് വിടും. അത് ഇവർ ഇങ്ങോട്ട് വിടുന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്കാണ് പൊട്ടും. അപ്പോൾ ഇവർ ഇത് കണ്ട് ചിരിക്കും. അതായത് ഇവർ കുറേ പട്ടാളക്കാരെ അവിടെ പോയി വെറുതെ ഇരിക്കും. ഇതന്നെ വലിയ ഹെവിയൊന്നുമില്ല. പക്ഷേ പുറത്ത് നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ വരുന്ന ന്യൂസ് എന്ന് പറയുമ്പോൾ സൗദീനെ ഹൂതികൾ അടിച്ചു, അവിടെ പൊട്ടിത്തെറി ഒന്നുമില്ല. ചെറിയ ചെറിയ ബോംബ്, നമ്മൾ പടക്കത്തിന് പൂരത്തിന് പൊട്ടിക്കുന്ന ചെറിയ ചെറിയ ഗുണ്ടുകൾ, തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കുന്ന ഗുണ്ടൊക്കെ അവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ പേടിച്ച് ഓടിപ്പോകും. അത്രയും സിമ്പിളായിട്ടാണ്, സില്ലി ആയിട്ടുള്ള യുദ്ധം നടക്കുന്നത്. നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ലോഡൊക്കെ വെച്ചിട്ട്, ഹമ്മറാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് നെജ്റാനിലേക്ക് കൊണ്ടുപോയത് റിയാദിൽ നിന്ന്. ഇപ്പോൾ ഈ ഹമ്മറൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പോകാൻ നേരത്തുണ്ടല്ലോ, നമ്മുടെ ഈ ബോംബ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ അപ്പുറത്തൊക്കെ ഒന്ന് പൊട്ടും. ഈ പൊട്ടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര നമുക്കൊരു ഫീലാണ്. കാരണം നമ്മളെന്തോ ഒരു കുരുക്ഷേത്രത്തൊക്കെ ജയിച്ചിട്ട് നമ്മൾ രഥം കൊണ്ട് പോകുന്ന ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു യാത്രകൾ വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എടോ ഈ കേരളത്തിൽ എൻ്റെ ബിസിനസ് പൊളിഞ്ഞു പോയി, കേരളത്തിൽ എനിക്ക് ജീവിക്കാൻ വഴിയില്ല, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നില്ല. കാരണം ഈ വേൾഡ് മൊത്തം ഞാൻ കണ്ടിട്ടുണ്ട്. വേൾഡ് പഠിപ്പിച്ചൊരു സംഭവം എന്ന് പറയുമോ, ഞാൻ എല്ലാവരോടും, എൻ്റെ മക്കളോടൊക്കെ, എനിക്ക് എൻ്റെ 2 പെൺകുട്ടികളാട്ടോ, അവരൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർക്കൊക്കെ ഹിച്ചാക്കി കഴിഞ്ഞാൽ പറയും. കാരണം യാത്ര ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ല, ഈ ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, ഇതിൻ്റെ എക്സ്പീരിയൻസാണ്. നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ശരിക്കും സാൻഡപ്പൻ്റെ ഈ ഒരു ചാനലിലുള്ള ഓരോ സെഗ്മെൻറ്റിൽ വരുന്ന
പുള്ളി അച്ചീവ് ചെയ്യുന്ന ഓരോ, പുള്ളി കവർ ചെയ്യുന്ന, പുള്ളി പിന്നിടുന്ന ഓരോ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും ട്രാവൽ ചെയ്യണം. ഞാൻ പറയുന്നത് യാത്രകളാണ് നമുക്ക് എക്സ്പീരിയൻസ് തരുന്നത്, നമുക്ക് ജീവിക്കാനുള്ള കോൺഫിഡൻസ്. നമുക്ക് എന്തും എവിടെയും, നമുക്ക് ഇവിടെ ഇല്ല, ഇവിടെ രക്ഷയില്ല, അടുത്ത സ്ഥലത്ത് പോകും, അവിടെ നിന്ന് നമുക്ക് അടുത്ത് കിട്ടും. നമ്മുടെ ക്യാരക്ടറിനെ തന്നെ ഒരുപാട് ചേഞ്ച് ആക്കും ഈ യാത്രകൾ എന്നുള്ളത്. സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയെന്ന് വിചാരിക്കുന്നു കേട്ടോ. തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ വീണ്ടും അച്ഛൻ്റെ ഒരു സുഹൃത്ത് വന്നു, മോനിങ്ങനെ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഹൂതികൾ കൊല്ലും, അല്ലാന്നുണ്ടെങ്കിൽ സൗദി പോലീസ് കൊല്ലും, അതല്ല എന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ രാത്രിയും പകലില്ലാണ്ട് വണ്ടിയിലൊക്കെ പോയിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വല്ല വണ്ടി ഇടിച്ച് മരിച്ചാലോ. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ലീവിന് വരാൻ പറഞ്ഞു, എമർജൻസി ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ 2.5-3 വർഷത്തിൻ്റെ അടുത്തുള്ള എൻ്റെ സൗദി ജീവിതത്തിൽ എൻ്റെ ലൈസൻസും പുതുക്കി, ഇക്കാമയും പുതുക്കി, എല്ലാ പേപ്പേഴ്സും തിരിച്ചു പോയിട്ട് പിന്നെ അടുത്ത പരിപാടിയാണ് അടുത്തതിൻ്റെ എനിക്ക് സിറിയക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അന്ന് മദീന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസീമ് പോവാം, കസീമിൽ നിന്ന് ബുറൈദ, അങ്ങനെ മദീന, അങ്ങനെ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിറിയ ആ ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു, ഞാൻ അവിടെ സംസാരിക്കുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ സംസാരങ്ങളിൽ എനിക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഫീൽ ചെയ്യും, കാരണം ഞാനിതൊക്കെ ഓർത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് എൻട്രി ആയിരുന്നു. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ തിരിച്ച് പോയിട്ട് വേണം ഈ താഴത്തുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാനെന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി ഞാൻ എൻ്റെ ഇക്കാമ കാര്യങ്ങളൊക്കെ പുതുക്കി, ലൈസൻസൊക്കെ പുതുക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു ചെറിയ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഗവൺമെൻറ് ജോലിയുള്ള ആളെ ചെയ്യാൻ പറ്റുള്ളൂ, ഡ്രൈവറെ പറ്റില്ല. അപ്പോൾ പിന്നെയും എൻ്റെ ലൈഫിലൊരു ചെക്ക് വന്നു. ഗവൺമെൻറ് ജോലി എന്നുള്ളത് ഒരു ബാധ്യതയാണ് ശരിക്കും ലൈഫിൽ. ഈ ഗവൺമെൻറ് ജോലി ഒന്നും ഒരാൾക്കും ഗവൺമെൻറ് ജോലി കിട്ടരുത്. അതൊരു കൂലിപ്പണിയുടെ, നമ്മളൊന്നും അല്ലാതെ ജീവിക്കാൻ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവാത്ത, പ്രത്യേകിച്ച് ലൈഫിൽ ഒരു അംബീഷനും ഇല്ലാത്ത, ലൈഫിൽ നമുക്ക് ഒന്നും ആവണ്ടാത്ത മണ്ണുണ്ണികളായിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ജോലി എന്നുള്ളതിനെ പിടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഒരുപാട് ചെറുപ്പക്കാരുടെ മനസ്സിൽ തോന്നുന്നൊരു അഭിപ്രായം കൂടി ഞാൻ ഇതിനകത്ത് പറയാം കേട്ടോ. കഷ്ടകാലം നോക്കണം. പാസ്പോർട്ട് മേടിച്ചു, ഇനി പോകണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അച്ഛൻ പറഞ്ഞു B.Ed ചേർന്നു, ജോലി ഉണ്ടെങ്കിലാണ് കല്യാണം നടക്കുള്ളൂ, ഫാമിലി സ്റ്റാറ്റസ് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. വൈഫിൻ്റെ അച്ഛൻ ബാങ്ക് മാനേജറാണ്, എൻ്റെ അച്ഛൻ സ്കൂൾ ടീച്ചറാണ്, അങ്ങനെ ഒരു ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പോൾ അത് വന്നപ്പോൾ എന്ത് ചെയ്തു, പിന്നെ ഞാൻ സ്റ്റക്കായി. പിന്നെ എൻ്റെ മനസ്സിൽ ഗവൺമെൻറ് ജോലി വേണം, കാരണം കല്യാണം കഴിക്കണമല്ലോ. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ യാത്രകളുടെ കൂടെ ഒരു ബാധ്യതയും കൂടി ആവും, മെമ്മറീസ്. അപ്പോൾ അങ്ങനെ ഞാൻ B.Ed ചേർന്നില്ല, ഞാൻ D.Ed ചേർന്നു. കാരണം D.Ed ആകുമ്പോൾ 2 വർഷമുള്ളൂ, പിന്നെ പഠിക്കാൻ സിമ്പിളാണ്. LP സ്കൂളിൽ പെട്ടെന്ന് ജോലി കിട്ടും. പിന്നെ LPയിൽ ലോവർ പ്രൈമറി ആ ഒരു LPSA കൂടുതൽ ആൺപിള്ളേരില്ല, പെട്ടെന്ന് ചാൻസസ് കൂടുതലുണ്ട്. പാലക്കാട് ഭാഗത്താണെങ്കിൽ 10-25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഉണ്ട്, എയ്ഡഡ് സ്കൂളിൽ പോസ്റ്റ് കിട്ടും. അങ്ങനെ ഞാൻ D.Ed ചേർന്നു. സ്കൂളിൽ അച്ഛൻ റിട്ടയർഡ് ആയപ്പോൾ കിട്ടിയ പൈസ ഒരു സ്കൂൾ മാനേജർക്ക് കൊടുത്തു, എൻ്റെ പോസ്റ്റ് ഉറപ്പാക്കി. ആ ഗ്യാരണ്ടിയിൽ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചു. ഫാമിലി ഓക്കെ ആയി, കല്യാണം നടന്ന് എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ നെക്സ്റ്റ് യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. നെക്സ്റ്റ് പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വൈഫ് പ്രഗ്നൻ്റായി. അപ്പോഴേക്കും വൈഫ് പ്രഗ്നൻ്റായി ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും ആണ് TTC, അതായത് D.Ed കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ D.Ed കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ പിന്നെയും വണ്ടിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ വണ്ടിയുടെ ബിസിനസ്സിൽ എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പുകളാണ് സ്റ്റാർട്ടായത്. അത് എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ അവിടെ വിട്ടില്ല. ഇതേപോലെ തന്നെ പണ്ട് എങ്ങനെയാണോ, അതായത് ഞാൻ ഒരുപാട് കാലഘട്ടം പുറകിലേക്ക് വന്നു കേട്ടോ. ഡിഗ്രി കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. കല്യാണം കഴിഞ്ഞു, വൈഫുണ്ട്. വൈഫ് BA ഇംഗ്ലീഷ് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ D.Ed പഠിക്കാൻ കോളേജിൽ പോകും. മഞ്ചും മിഠായിയൊക്കെ മേടിച്ചു കൊടുത്ത് പിള്ളേരെ കൊണ്ട് അസൈൻമെൻറ്റൊക്കെ എഴുതിക്കും. ബാക്കി ടൈമിൽ ഞാൻ ഓരോരോ വണ്ടികൾ പർച്ചേസ് ചെയ്യും. വൈഫിൻ്റെ കുറച്ച് ഗോൾഡൊക്കെ എടുത്ത് ഓരോ വണ്ടി മേടിക്കും, കൊണ്ടുവരും, വിൽക്കും. ഡെയിലി ബസ്സിൽ കയറി ട്രാവൽ ചെയ്യും, ഓരോ ഷോറൂമുകൾ അലഞ്ഞു തിരിയും. നല്ല വണ്ടികളും പൊട്ട വണ്ടികളും പല വണ്ടികളും എടുക്കാൻ തുടങ്ങി. എക്സ്പീരിയൻസ് കൂട്ടി. 2 വർഷത്തോളം ഞാൻ പല രീതിയിൽ വണ്ടിയുടെ ബിസിനസ് തന്നെ ചെയ്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, പാലക്കാടാണ് ഞാൻ ജീവിക്കുന്നത്. അച്ഛനും അമ്മയും ആലുവയിലാണ്. പാലക്കാട് ഞാൻ ഒറ്റയ്ക്ക് വീടെടുത്ത് ജീവിക്കുന്നത്. എൻ്റെ വാടക കാര്യങ്ങളൊക്കെ കൊടുക്കണം, എൻ്റെ വൈഫിൻ്റെ ചിലവ്, എൻ്റെ ചിലവ്, ട്രാവൽ എക്സ്പെൻസസ് നടക്കണം. അപ്പോൾ ഞാൻ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി. വണ്ടിയുടെ ബിസിനസ് തന്നെ വരുമാനം ഉണ്ടാക്കി തുടങ്ങി. ഞാൻ വൈഫ് പ്രഗ്നൻ്റ് ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡെലിവറി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ഒരു ഡിവോഴ്സ് ചെയ്യാനൊന്നും പോകുന്നില്ല. സ്കൂളിൽ അപ്പോഴേക്കും ജോലി കിട്ടി. അച്ഛൻ ജോലിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജോലിക്ക് കയറി 2-3 മാസം. പക്ഷേ ഈ പറന്ന് നടന്ന തത്തമ്മേനെ പിടിച്ചിട്ട് കൂട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കാരണം അതിന് പറക്കാൻ തന്നെയല്ലേ ഇഷ്ടം.
എൻ്റെ ജോലി എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാൻ രാവിലെ പഠിപ്പിക്കുക, ഉച്ചയാകുമ്പോൾ പിള്ളേരെ പ്ലേറ്റ് കഴുകുക, മുട്ട തൊലിച്ച് കൊടുക്കുക. അന്ന് കോഴിമുട്ടയൊക്കെ നമുക്ക് കോഴിമുട്ടയും പാലൊക്കെ കൊടുക്കുമല്ലോ സ്കൂളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം രണ്ട് പീരീഡ് PT ബോളിട്ട് കൊടുക്കുക. പിള്ളേരോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും സ്നേഹവും ആ ഒരു ലൈഫ് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരു മണ്ണുണ്ണി ആയിരുന്നെങ്കിൽ, ഞാൻ പൊട്ടനായിരുന്നെങ്കിൽ, എനിക്ക് ഒരു അംബീഷനും ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ സെക്യൂർ ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മേ ബി ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് പോയേനെ. കാരണം എനിക്ക് ജീവിക്കാൻ, പട്ടിണി കിടക്കാതെ ജീവിക്കാനുള്ളൊരു വകുപ്പുണ്ടായിരുന്നു. ഞാൻ ജോലി റിസൈൻ ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് ആരും, വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഒന്നും പറഞ്ഞില്ല, അച്ഛനൊന്നും പറഞ്ഞില്ല. പിന്നെ അച്ഛന് മനസ്സിലായി ഇനിയും എൻ്റെ പുറകെ നടന്ന് എന്നെ ടോർച്ചർ ചെയ്യാന്നുള്ളത് പുള്ളിക്ക്, അതിനെ പുള്ളി നിർത്തിയിട്ടോ. അച്ഛനും അത് വിട്ടു, വൈഫിൻ്റെ വീട്ടുകാരും വിട്ടു. എനിക്ക് കുട്ടിയായി, കുട്ടിക്ക് പേര് വിട്ടു. പിന്നെ ഞാൻ ആരാ നോക്കാനാ? നെക്സ്റ്റ് നമ്മുടെ പരിപാടിക്ക് നമ്മൾ തിരിച്ചു പിടിച്ചു. ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാൻ തുടങ്ങി. കാരണം ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാൻ 2 ലക്ഷ്യങ്ങളുള്ളത്. ഒന്ന് ഇവിടുന്ന് ട്രെയിനിൽ കയറാം, ഓരോ സംസ്ഥാനങ്ങളും കവർ ചെയ്ത് നമ്മൾ ഡൽഹി എത്തി. ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം അല്ലെങ്കിൽ സൗദി എക്സ്പീരിയൻസ് കിടക്കാം. കാരണം ആരുമില്ലാത്ത മണൽ മാത്രമുള്ള റോട്ടിൽ കൂടെ 1 മണിക്കൂർ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ സൗദിയിൽ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്? ഞാൻ റിയാദിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 12-13 മണിക്കൂർ കൊണ്ട് തായിഫ്, ജിദ്ദ. ഞാൻ ജിദ്ദ എത്തും 12-13 മണിക്കൂർ കൊണ്ട്. അത് പറയുമ്പോൾ പലരും വിചാരിക്കും ഞാൻ കാറിലാണ് പോകുന്നത്. ഞാൻ കാറിലല്ല കേട്ടോ പോകുന്നത്. ഞാൻ പോകുന്നത് ഇവിടുത്തെ നിസാൻ ടിപ്പർ ഉണ്ടല്ലോ, ആ ടിപ്പർ പോലത്തെ ലോറിയിലാണ് ഞാൻ പോകുന്നത്. ഇത്രയും മണിക്കൂർ കൊണ്ട് ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. ഓരോ സ്ഥലങ്ങളും ഓരോ സ്റ്റോപ്പുകളും എനിക്ക് കാണാപ്പാടായിട്ട് പറയാൻ പറ്റും. ഈ എക്സ്പീരിയൻസിലാണ് ഞാൻ ഡൽഹി ടു കേരള എൻ്റെ യാത്രകൾ സ്റ്റാർട്ട് ചെയ്തത്. ഡൽഹി ടു കേരള നോൺ സ്റ്റോപ്പ് യാത്രകൾ. അങ്ങനെ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത്, ഡൽഹിയിൽ നിന്ന് വണ്ടി പർച്ചേസ് ചെയ്ത് കേരളത്തേക്ക് കൊണ്ടുവന്ന് സെയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ നോൺ സ്റ്റോപ്പ് ഡ്രൈവ്. അതായത് നോൺ സ്റ്റോപ്പ് ഡ്രൈവ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൗദിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രയും ലോങ് ഡിസ്റ്റൻസ് വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉറങ്ങാതിരുന്ന് വണ്ടി ഓടിക്കാനുള്ള എക്സ്പീരിയൻസും വെച്ചിട്ട് ഞാൻ നോൺ സ്റ്റോപ്പ് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുന്നു, 2-3 ദിവസം കൊണ്ട്, മാക്സിമം 2 ദിവസം കൊണ്ടൊക്കെ എത്തും. മാക്സിമം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 3 ദിവസം തികയുന്നതിന് മുമ്പ് ഞാൻ തിരിച്ച് ആലുവയിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഓരോ വണ്ടികളെടുക്കും. ആദ്യം ചെറിയ സെഗ്മെൻറ്റ് വണ്ടികളായിരുന്നു, സ്വിഫ്റ്റ് ഡിസയർ, അങ്ങനെ ബീറ്റ് വരെ എടുത്തിട്ട്. അതായത് 2 കാര്യങ്ങളാണ് എൻ്റെ ലക്ഷ്യങ്ങളുള്ളത്. ഒന്ന്, നമ്മുടെ സ്വപ്ന യാത്രകൾ സാക്ഷാത്കരിക്കുക. കാരണം ട്രെയിനിൽ കയറി നമ്മളെല്ലാ എക്സ്പീരിയൻസ് ചെയ്ത് പല ആൾക്കാരെ കണ്ട്, പല സംസ്കാരങ്ങൾ കണ്ട്, നമ്മൾ മിക്കവാറും ട്രാവൽ ചെയ്യുന്നത് ലോക്കൽ കോച്ചിലോ അല്ലെങ്കിൽ മാക്സിമം സ്ലീപ്പറിലോ ഒക്കെ ആയിരിക്കും ആദ്യകാലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരുപാട് ആൾക്കാരെ കാണാം, സംസാരിക്കാം. അങ്ങനെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം. എനിക്ക് അറബിക്ക് നല്ലോണം സംസാരിക്കാറായിരുന്നു, ഇംഗ്ലീഷും ഹിന്ദിയും നല്ലോണം പഠിച്ചു. അതിൻ്റെ കൂടെ ഉറുദു പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മലയാളം, തമിഴ്, കന്നഡ പോലത്തെ ലാംഗ്വേജസും. അങ്ങനെ ഓരോ സംസ്കാരങ്ങളിലൂടെയും ഓരോ ലാംഗ്വേജിലൂടെയും വ്യത്യസ്ത വസ്ത്രധാരണങ്ങൾ, ഇതൊക്കെ ശരിക്കും ലോ ലെവലിൽ നിന്ന്, അതിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എൻ്റെ നോൺ സ്റ്റോപ്പ് ഡ്രൈവുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ GCCയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലും, പിന്നെ ഞാൻ ഫാമിലി ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ള മറ്റ് കുറച്ച് കൺട്രീസിനും, അതിൻ്റെ പുറമെ നമ്മൾ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴല്ലോ നമുക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ ലൈഫിൽ എക്സ്പീരിയൻസ് കിട്ടുന്നതും, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ എക്സ്പീരിയൻസും, ഒരാളുടെ ലൈഫിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള എക്സ്പീരിയൻസ്, ഇൻക്ലൂഡിങ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളുടെ വിവരണങ്ങളും എല്ലാം നമ്മൾ നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് കിട്ടുന്നതും എല്ലാം ഓൾ ഇന്ത്യ ട്രിപ്പിലൂടെയാണ്. ശരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി സ്റ്റാറ്റസ്, അച്ഛനുണ്ടാക്കി തന്നിട്ടുള്ള സൽപ്പേര്, ഒരു അധ്യാപകൻ്റെ മകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നത്, ഇതെല്ലാം ഒഴിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു കോടീശ്വരനായേനെ. ശരിക്കും ഈ യാത്രകൾ കൊണ്ട് മാത്രം ഞാനൊരു കോടീശ്വരൻ ആയേനെ. കാരണം 5-6 കോടി രൂപ എൻ്റെ ബാങ്ക് ബാലൻസ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ നമ്മുടെ നാടിനോടുള്ള, നമ്മുടെ ഇന്ത്യ എന്നൊരു രാജ്യത്തോടുള്ള നമ്മുടെ ഒരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ അന്തസ്സിനൊത്ത രീതിയിൽ ജീവിക്കുക എന്നുള്ളതും എൻ്റെ ഫാമിലി എന്നെ പഠിപ്പിച്ചതും, എൻ്റെ ഒരു അധ്യാപകൻ്റെ മകൻ ഇങ്ങനെ ആവാൻ പാടുള്ളൂ എന്നുള്ള, എൻ്റെ ഫാമിലീനെ അത്ര സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം എൻ്റെ കയ്യിൽ കുറച്ച് ലക്ഷങ്ങൾ മാത്രമാണ് ബാങ്ക് ബാലൻസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിൽ നമ്മൾ ഒരുപാട്, പ്രത്യേകിച്ച് വണ്ടി ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടേണ്ടി വരും, പല ടൈപ്പിലുള്ള ആൾക്കാരെ. ശരിക്കും നമുക്ക് അമൃത്സറിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒപ്പിയം, അതുപോലെ തന്നെ കഞ്ചാവ് കിട്ടും, ബാങ്ക് കിട്ടും, അങ്ങനെ ഒരുപാട് കറുപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ഹാഷിഷ് ഓയിൽ,
ഇതെല്ലാം ഇങ്ങോട്ട് കേരളത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഏജൻറ്റുമാർ നമ്മുടെ അടുത്ത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഓക്കെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറയാമെന്ന് കഴിഞ്ഞാൽ ആരും പിടിക്കാണ്ട് എത്തിക്കാൻ പറ്റും. കാരണം നോൺ സ്റ്റോപ്പ് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എല്ലാ റൂട്ടുകളും കാര്യങ്ങളും ലാംഗ്വേജും പിന്നെ എല്ലാം അറിയാവുന്നതുകൊണ്ടും പിന്നെ നിങ്ങൾ കണ്ടില്ലായിരുന്നു ഞാൻ ചെറുപ്പകാലം മുതൽ ഞാൻ ഈ ഡ്രസ്സിങ് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഫ്രണ്ട്സായിട്ട് ടൂറ് പോകണമെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിങ് പാറ്റേണിൽ തന്നെ പോകാറുള്ളൂ. കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു ഡ്രസ്സിങ് എന്നുള്ളത്. റോഡ് സൈഡ് ഇപ്പോൾ പോലീസുകാർ ചെക്കിങ്ങിലാണെങ്കിൽ പോലും ഇവിടെ എക്സെപ്ഷൻസ് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ചെയ്യാൻ പാടില്ലാത്ത ഡ്രഗ് ഡീലിങ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ എടുക്കുമായിരുന്നെങ്കിൽ ഈ യാത്രകൾ എനിക്ക് കോടികൾ ഉണ്ടാക്കി തരുമായിരുന്നു. കാരണം ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഷിമോഗ ആ ഭാഗത്തു നിന്നൊക്കെയാണ് ഒരുപാട് നമുക്ക് MDMA പോലത്തെ സംഭവങ്ങൾ സബ്സ്റ്റൻസസ് വരുന്നുണ്ട്, കഞ്ചാവ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എല്ലായിടത്തും വണ്ടി എടുത്ത് നമ്മൾ 2 ഡേയ്സിനകത്ത് അല്ലെങ്കിൽ 3 ഡേയ്സിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഞാൻ ഇത്രയും ദൂരം കവർ ചെയ്തെത്തുന്നു എന്നറിയാവുന്ന പല ഡീലേഴ്സും ഡ്രഗ് ഡീലേഴ്സും അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ സമീപിച്ചിട്ടുണ്ട്. ഒപ്പിയൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് കറക്റ്റ് 2 ദിവസം 3 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒറ്റ ട്രിപ്പിന് കിട്ടുന്ന 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപയ്ക്കാണ്. പക്ഷെ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ആയിരിക്കും ഏകദേശം 20-25. ഇതൊക്കെ നിങ്ങൾക്കൊരു ഇൻസ്പയറിങ് ആവാൻ വേണ്ടിയിട്ട് പറയുന്നില്ല കേട്ടോ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഡീലിങ്സ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത്തരത്തിലുള്ള ഡീലിങ്സിനോട് നോ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അതിന് അത്രയും പൈസ നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അതിനകത്ത് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുണ്ടാക്കുന്ന പൈസ എല്ലാം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഒരു സഞ്ചാരി എന്നുള്ള നിലയിൽ പോലും നിങ്ങൾ പരാജയമായി മാറും. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളോട് നോ പറയാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുക, നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അത്തരത്തിലുള്ള കാര്യങ്ങളോട് നോ പറയാൻ പറ്റിയതാണ് ഇന്നും ഞാൻ ഈ ഒരു ഫീൽഡിൽ എൻ്റെ യാത്രകളും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ബിസിനസ്സുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാനുള്ളൊരു കാരണം കൂടി. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ട്രാവലിസ്റ്റ എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനലിൽ സ്വപ്ന സഞ്ചാരി എന്നുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. കാരണം എൻ്റെ സ്വപ്നങ്ങളെ, എൻ്റെ യാത്രകളെ, എൻ്റെ ഡ്രീംസ് ഞാൻ മുറുകെ പിടിച്ചത് കൊണ്ട് മാത്രം എനിക്ക് ഇന്നൊരു കരിയർ ഉണ്ടായി, എൻ്റെ ബിസിനസ് വലുതായി. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ, ഞാനിപ്പോൾ നെക്സ്റ്റ് പൂനെ പോവുകയാണ് വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ ഹയർ എഫോർട്ട് അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്ത് വണ്ടി പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിലും അവിടെ നിന്ന് ഞാൻ സ്വന്തമായി പർച്ചേസ് ചെയ്യുന്ന കാർ എടുത്തതിന് ശേഷം ഞാൻ ആ ഒരു ഏരിയയിലുള്ള മൊത്തം ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളും നോക്കി കണ്ട് ഓരോ കിലോമീറ്ററും അല്ലെങ്കിൽ ഓരോ ഡിസ്റ്റൻസും ഞാൻ കവർ ചെയ്യുമ്പോൾ അതെല്ലാം ആ ഓരോ സംസ്കാരങ്ങളെ അടക്കം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഓരോരോ പുതിയ അറിവുകളും യാത്രാനുഭവങ്ങളുമായിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് തിരിച്ചെത്താറുള്ളത്. അപ്പോൾ വരും സെഗ്മെൻറ്റുകളിൽ എൻ്റെ യാത്രാനുഭവങ്ങൾ കുറച്ചും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എൻ്റെ പൂർണ്ണമായുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ യാത്രയും നിങ്ങളുടെ കരിയറും നിങ്ങൾക്ക് അതിനോട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനും കൂടി ഒരു ഇൻസ്പിറേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഇന്ത്യൻ യാത്രകൾ, എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.